അഷ്കർ അലി ഇപ്പോൾ സ്ഥലം എംഎൽഎയും പറയുന്നു ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ട ഘട്ടത്തിൽ തന്നെ ഡിഎഫ്ഒയെ അറിയിച്ചിരുന്നു എന്നുള്ളത്. ഡിഎഫ്ഒയും കാര്യം സ്ഥിരീകരിക്കും, അതിന്മേൽ നടപടിയെടുക്കാൻ ആലോചനകൾ നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ എടുത്തതിന്റെ ഭാഗമായിട്ടാണല്ലോ കത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നൽകിയത്. ആ കത്തിന് പകർപ്പ് ലഭിക്കുമ്പോൾ അതുമേൽ ഒരനക്കവും ഉണ്ടായിട്ടില്ല എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നു. ഇപ്പോൾ മന്ത്രിയോട് സംസാരിച്ചിരുന്നു, അതോടൊപ്പം ഡിഎഫ്ഒയോട് സംസാരിച്ചിരുന്നു എന്നാണ് അനിൽകുമാർ പറയുന്നത്. അഷ്കർ അലി ഇപ്പോൾ ആ തിരച്ചിൽ എന്ന ദൗത്യം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് നിൽക്കുന്നത്, ഏത് രൂപത്തിൽ പുരോഗമിക്കുന്നു? സ്മൃതി, കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നിപ്പോൾ 4ാം ദിവസത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ അധികമായി 5 ലൈവ് സ്ട്രീമിംഗ് ക്യാമറകൾ കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ 50 ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കും. അതിലൊരു ദിവസം ഇന്നലെ അതിലൊരു ദൃശ്യങ്ങൾ പതിയുകയും ചെയ്തിരുന്നു. കടുവയുടെ ആക്രമണം നടന്ന സ്ഥലത്ത് നിന്ന് തന്നെ കടുവയുടെ ദൃശ്യങ്ങൾ പതിയുകയും ചെയ്തിരുന്നു. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ RRT സംഘം 20 പേരടങ്ങുന്ന 3 അംഗ സംഘമായി തന്നെ തെരച്ചിൽ ഊർജിതമാക്കുന്നുണ്ട്. തെർമൽ ഡ്രോൺ സ്കാനുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും ഇന്നിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പ്രത്യേകിച്ച് നാട്ടുകാർക്ക് തന്നെ വലിയ വിമർശനവും അല്ലെങ്കിൽ അമർഷവും അല്ലെങ്കിൽ വലിയ ഭീതിയിൽ കൂടിയാണ് ആളുകളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പ്രദേശത്തുള്ള നാട്ടുകാർക്കൊക്കെ തന്നെ ടാപ്പിംഗ് തൊഴിലാളികൾക്കും കർഷകർക്കും ഒന്നും തന്നെ അവരുടെ കൃഷിയിടങ്ങളിലേക്ക് പോലും എത്താൻ കഴിയാതെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ഭയത്തിൽ കഴിയുന്ന നിരവധി മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ മുന്നിലേക്ക് കൂടിയാണ് ഈ തെളിവുകൾ നമ്മൾ പുറത്തു വിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ഈ കടുവയുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ കടുവയുടെ സാന്നിധ്യം തന്നെ സ്ഥിരീകരിക്കപ്പെടുമ്പോൾ തന്നെ അതിൻ്റെ തുടർ നടപടികൾ കൃത്യമായി സ്വീകരിച്ചിരുന്നുവെങ്കിൽ, ഇല്ലെങ്കിൽ ഈ DFO അയച്ച കത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജനവാസ മേഖലയിൽ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഉടൻ തന്നെ കൂട് സ്ഥാപിച്ച് ഈ കടുവയെ പിടികൂടി ഇവിടെ നിന്നും കാട്ടിൽ കൊണ്ടുപോയി തുറന്നു വിടണമെന്നുള്ള DFOയുടെ കത്തിൽ പറയുന്ന ആ നടപടിക്രമം അന്ന് അത് നടത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മിനിമം കൂട് വെക്കാനെങ്കിലും വനം വകുപ്പ് തയ്യാറായിരുന്നുവെങ്കിൽ ഒരു കുടുംബം ഇന്ന് അനാഥമാകില്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സങ്കടത്തോടു കൂടി തന്നെ പറയാനുള്ളത്. അത്തരമൊരു ഗുരുതരമായ വീഴ്ചയിൽ നഷ്ടമായത് ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് നിലമ്പൂർ കല്ലാമൂല സ്വദേശിയായിട്ടുള്ള അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ, ഒരു മധ്യവയസ്കൻ്റെ ജീവൻ നഷ്ടമാവുന്നതിനാണ് ഈ ഒരു ഉദ്യോഗസ്ഥരുടെ ഗുരുതര വീഴ്ച ചെന്നെത്തിച്ചിരിക്കുന്നത്. 2 തവണയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമം നടന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ കടുവയെ കാണുമ്പോൾ തന്നെ 12/3/2025 അഥവാ മാർച്ച് 12-ാം തീയതി തന്നെ ടെക്നിക്കൽ കമ്മിറ്റിയുടെ യോഗം കൂടി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും നിലമ്പൂർ നോർത്ത് സൗത്ത് DF ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് സംയുക്ത യോഗത്തിലാണ് ഇത്തരത്തിൽ കൂട് വെക്കാൻ തീരുമാനിച്ച് അതിനുവേണ്ടി ശുപാർശ നൽകുന്നത്. ആ ടെക്നിക്കൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലടക്കാൻ പറയുന്നത് ഇത് ജനവാസ മേഖലയിൽ ഇവിടെയുള്ള മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ കൂട് വെക്കാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് കത്ത് നൽകുക. എന്നിട്ട് പോലും 20 ദിവസം കഴിഞ്ഞിട്ട് പോലും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഏപ്രിൽ 2-ാം തീയതി തുടർച്ചയായി മേൽ സൂചിപ്പിച്ച കത്തിനും തുടർ നടപടി ഉണ്ടായിട്ടില്ല എന്നും കൂട് സ്ഥാപിക്കാൻ അനുമതി വേണം, ടെക്നിക്കൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം കൂട് സ്ഥാപിക്കാൻ അനുമതി വേണം, അല്ലാത്ത പക്ഷം വീണ്ടും ജീവനും സ്വത്തിനും ഭീഷണിയാണ്, സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, പൗരൻ്റെ ജീവൻ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ 2-ാം തവണയും DFO കത്തയക്കുന്നത്. എന്നിട്ട് പോലും കൂട് സ്ഥാപിക്കുന്നതടക്കമുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് വനംവകുപ്പ് പോയില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം സംഭവിച്ചത് അതിദാരുണമായി തന്നെ ഒരു നിരപരാധിയായ മനുഷ്യൻ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഉത്തരവാദിത്തത്തോടുകൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ, തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരു ജീവൻ രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഗുരുതരമായ വീഴ്ച തന്നെയാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. വനംവകുപ്പിന്റെ വീഴ്ചകളുടെ പട്ടികയിൽ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വാർത്തയാണ് ഇപ്പോൾ അഷ്കർ അലി നൽകിയിരിക്കുന്നത്.